എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പിയെ ഉള്ളിയും തക്കാളിയൊക്കെ വഴറ്റി ഒരുപാട് സമയമൊന്നും കളയാതെ ഏറ്റവും സിമ്പിളായിട്ട് അതുപോലെ തന്നെ നല്ല അടിപൊളി ടേസ്റ്റിൽ ചെയ്തെടുക്കാൻ പറ്റിയൊരു മുട്ടക്കറിയാണ്. രാവിലത്തേക്കൊക്കെ നമുക്ക് വളരെ പെട്ടെന്നൊരു കറി ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കാൻ പറ്റിയൊരു അടിപൊളി കറിയാണ് കേട്ടോ. ചപ്പാത്തിയും അപ്പവും അതുപോലെ തന്നെ ഇടിയപ്പവും പൂരിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഈ ഒരു അടിപൊളി മുട്ടക്കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ ഈ ഒരു മുട്ടക്കറി നമ്മൾ കുക്കറിലാണ് ചെയ്യുന്നത്. ഇതുപോലൊരു കുക്കർ ഞാൻ എടുത്തിട്ടുണ്ട്. ഈ ഒരു കുക്കറിലേക്ക് നമുക്കൊരു 2-3 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു കറിയൊക്കെ നമ്മൾ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യണം, എങ്കിൽ മാത്രമേ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും ഇതൊരു 2 ടീസ്പൂൺ അളവിൽ വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ടെടുത്താണ്. ഒന്നെങ്കിൽ ഇതുപോലെ ചതച്ച് ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്തതോ അല്ലെങ്കിൽ പേസ്റ്റ് ആയിട്ട് ചേർത്ത് കൊടുത്താലും മതി. അതുപോലെ തന്നെ ഒരു 1.5 ടീസ്പൂൺ അളവിൽ ഇഞ്ചി ചതച്ചിട്ടെടുത്താണ്. അതും കൂടി നമുക്ക് ഒരു എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 5 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കുക. ഇതുപോലെ എന്ന് ഇളക്കി ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും ആ ഒരു പച്ച ചൊവയൊന്ന് മാറിയതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 3 വലിയ സവാള ഇതുപോലെ നീളത്തിൽ നിന്ന് കട്ട് ചെയ്തിട്ടെടുത്താണ്. അത്യാവശ്യം നല്ല വലിയ സവാള തന്നെയാണ് കേട്ടോ. 3 ഇതുപോലെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സവാള ഇതിലേക്ക് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ടെടുക്കുക. ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഈ ഒരു സവാള ഒരുപാട് സമയം വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ നമ്മൾ കുക്കറൊന്ന് അടച്ചു വെച്ച് കൊടുത്തതിന് ശേഷം തീ നന്നായിട്ടൊന്ന് കുറച്ച് വെച്ച് കൊടുക്കുക. ഒരു 4 വിസിലൊക്കെ ആകുമ്പോഴത്തേക്കും തന്നെ ഒരു സവാളയൊക്കെ നന്നായിട്ട് വെന്ത് നന്നായിട്ട് നലിഞ്ഞ് വന്നിട്ടുണ്ടാവും. നമ്മൾ ഒരുപാട് സമയം സവാള ഇട്ട് വഴറ്റാതെ ഇതുപോലെ ചെയ്യുന്നതുകൊണ്ട് സവാളയുടെ ഒരു പച്ചച്ചൊവ ഉണ്ടാവുന്നൊന്നും പേടിക്കണ്ട കേട്ടോ. യാതൊരു പച്ചച്ചൊവ ഉണ്ടാവില്ല. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കറി തന്നെയാണ്. അപ്പോൾ ഇതൊന്ന് വെന്ത് വരുന്ന ഒരു സമയം കൊണ്ട് ഇനി നമുക്ക് ഇതുപോലെ ഒരു മിക്സഡ് ചെറിയ ജാർ എടുത്തിട്ട് അതിലേക്ക് 1 കപ്പ് അളവിൽ നമുക്ക് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 1 ഏലക്കായും അതുപോലെ തന്നെ തീരെ ചെറിയൊരു കഷ്ണം കറുവപ്പട്ട ഇട്ട് കൊടുക്കുകയാണ്. കറുവപ്പട്ടയൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഒരിക്കലും ഒരുപാട് കൂടിപ്പോകരുത്. കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കുത്തലുണ്ടാവും. അപ്പോൾ ഇതിനിടയിൽ തീരെ ചെറിയൊരു കഷ്ണം കറുവപ്പട്ട ഇതുപോലെ ഞാനൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. 1 ഗ്രാമ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരകം കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 കപ്പ് അളവിൽ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല ഫൈനായിട്ട് നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇത് കണ്ടില്ല, നന്നായിട്ട് തന്നെ ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തീയൊന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ട് നമ്മളൊരു 4 വിസിൽ അടുപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു പ്രഷർ പൂർണ്ണമായിട്ടും പോയതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് തുറന്ന് നോക്കാം. ഇത് കണ്ടില്ല, നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുക്കുമ്പോഴത്തേക്കും സവാളയൊക്കെ നന്നായിട്ട് വെന്ത് നന്നായിട്ടൊന്ന് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു ഹൈ ഫ്ലെയിമിലിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. വീണ്ടും തീയൊന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം. ഇത് 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയാണ്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയും പൊടികൾ മാത്രം മതി. ഈ ഒരു പൊടികളെല്ലാം കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കുക. പൊടികളുടെ ഒരു പച്ചച്ചൊവയൊന്ന് മാറി വന്നതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചെറിയ 2 കഷ്ണം തക്കാളി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടെടുത്താണ്. അപ്പോൾ 2 തക്കാളി കട്ട് ചെയ്തതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. തക്കാളിയും ചേർത്ത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഈ ഒരു മൂടി വെച്ച് നമ്മളൊന്ന് അടച്ചു വെച്ച് കൊടുക്കുക. കുക്കറിൻ്റെ ഒരു മൂടി കൊണ്ട് തന്നെയാണ് നമ്മൾ അടയ്ക്കുന്നതെങ്കിൽ ആ ഒരു വിസിലൊന്ന് എടുത്ത് മാറ്റിയതിന് ശേഷം ഇതുപോലെ ജസ്റ്റ് ഒരു 2-3 മിനിറ്റോളം നമ്മളൊന്ന് അടച്ചു വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഒരു 3 മിനിറ്റിന് ശേഷം വീണ്ടും ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോഴത്തേക്ക് ഒരു തക്കാളി അത്യാവശ്യം ഉടഞ്ഞിട്ടുണ്ടാവും. ഇനി നമുക്കിതിലേക്ക് നമ്മളിപ്പോൾ അരച്ചെടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു തേങ്ങ ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് തേങ്ങ അരച്ചതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. തേങ്ങ അരച്ചതും ചേർത്ത് നന്നായിട്ട് ഇതുപോലെ ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ഒരു 2 കപ്പ് അളവിൽ വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. മിക്സിയിൽ ബാക്കി വന്ന ഒരു അരപ്പ് കഴുകിയ ഒരു വെള്ളം തന്നെയാണ് കേട്ടോ 2 കപ്പ് ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 2 കപ്പ് അളവിൽ വെള്ളം കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് തന്നെ ഇതുപോലെ ഇളക്കിയിട്ടെടുക്കാം. ഇനി ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുത്ത് ഈ ഒരു അരപ്പ് നമുക്കൊന്ന് തിളപ്പിച്ചിട്ടെടുക്കാം. അപ്പോൾ അരപ്പ് ഇതുപോലെ തിളച്ച് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അരപ്പ് ഇതുപോലെ തിളച്ച് വരുമ്പോഴത്തേക്കും ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇതുപോലെ പുഴുങ്ങിയെടുത്ത മുട്ടയാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 6 മുട്ടയാണ് കേട്ടോ ഇതുപോലെ പുഴുങ്ങി അതിൻ്റെ തോടെല്ലാം കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഓരോ മുട്ടയും നമുക്ക് ഇതുപോലെ വരഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം.
മുട്ടയെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് എടുക്കുക. നമ്മളൊരു സവാള വഴറ്റിയ ഒരു സമയത്ത് മാത്രമേ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു സമയത്ത് ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കുക കേട്ടോ. ഉപ്പ് ആവശ്യമെങ്കിൽ ഇതുപോലെ ചേർത്ത് കൊടുക്കേണ്ടതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ മുട്ടയും ചേർത്ത് കൊടുത്ത് ഇതുപോലെ ഇളക്കി എടുത്തതിന് ശേഷം ഇനി ഒരു 6-7 മിനിറ്റും കൂടി മാത്രം നമ്മളൊന്ന് മൂടി വെച്ച് അടച്ച് വെച്ച് കൊടുത്താൽ മതി. ഈ ഒരു അരപ്പ് നന്നായിട്ട് തന്നെ ചൂടായിട്ട് വരണം. അതുപോലെ തന്നെ ഒരു മുട്ടയിൽ നന്നായിട്ട് തന്നെ ഒരു മസാലയും പിടിക്കണം. മൂടി കൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ച് കൊടുത്താൽ മതി. ആ ഒരു ലോക്കൊന്നും ഇട്ട് കൊടുക്കണ്ട. അതുപോലെ തന്നെ ഒരു വിസിലെടുത്ത് മാറ്റണം. അപ്പോൾ ഒരു 5-6 മിനിറ്റോളം നമ്മളൊരു മുട്ടയും കൂടി ഇട്ട് ഇതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എണ്ണ താളിച്ചൊഴിക്കാം. അതിനായിട്ട് ഇതുപോലൊരു പാത്രത്തിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും ഒരു 2 ഉള്ളി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടെടുത്താണ്. അതും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് തന്നെ മൂത്ത് വന്നിട്ടുണ്ട്. ശേഷം നമുക്ക് ഈ ഒരു മുട്ടക്കറിയിലേക്ക് ഒരു എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിയില തീരെ ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ആ ഒരു മല്ലിയിലയുടെ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിയിലയും കൂടി ചേർത്ത് ഇതുപോലെ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നല്ല ചൂടോട് കൂടിയിട്ട് നമുക്കൊരു മുട്ടക്കറി സെർവ് ചെയ്യാവുന്നതാണ്. വളരെ സിമ്പിളാണ്. ആ ഒരു സവാളയിൽ നിന്ന് വഴറ്റി ഒരുപാട് സമയമൊന്നും എടുക്കാതെ ഏറ്റവും ഈസി ആയിട്ട് അതുപോലെ തന്നെ നല്ല സൂപ്പർ ടേസ്റ്റിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു മുട്ടക്കറിയാണ് കേട്ടോ. നമ്മളൊരു സവാളയൊക്കെ ഒരുപാട് സമയം എണ്ണയിലിട്ട് വഴറ്റിയില്ല എന്ന് കരുതി ഇതിനൊരു പച്ചച്ചവി ഒന്നുമില്ല കേട്ടോ. ധൈര്യമായിട്ട് നിങ്ങൾക്ക് ചെയ്ത് നോക്കാൻ പറ്റിയ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു കറിയാണ്. ബാച്ചിലേഴ്സിനൊക്കെ ആണെങ്കിലും വളരെ ഈസി ആയിട്ട് ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു കറിയുടെ റെസിപ്പിയാണ്. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ നല്ല ചപ്പാത്തിയും അപ്പം അതുപോലെ തന്നെ ഇടിയപ്പവും പൂരിയും പത്തിരിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളിയായിട്ടുള്ളൊരു കറി തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വളരെ ടേസ്റ്റി ആയിട്ടുള്ള കുക്കറിൽ വെച്ചിട്ടുള്ള ഈ ഒരു മുട്ടക്കറിയുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമന്റ് ബോക്സിൽ വന്ന് അറിയിക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സിനും ഒക്കെ നമ്മുടെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന ഒരു റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഒരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുത്തൻ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് അപ്പം തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.